ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 5-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 46 നാമങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 6-ാമത്തെ ശ്ലോകം. ആദ്യം ഒന്ന് വായിക്കാം. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോമരപ്രഭു വിശ്വകർമാമനുസ്ത്വഷ്ട സ്തവിഷ്ടസ്തവിരോ ധ്രുവഃ. 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അപ്രമേയ, ഹൃഷീകേശ, പത്മനാഭ, അമരപ്രഭു, വിശ്വകർമ്മ, മനു, ത്വഷ്ട, സ്തവിഷ്ട, സ്തവിരോ ധ്രുവഃ. ഒരു പ്രാവശ്യം കൂടി പറയാം. അപ്രമേയ, ഋഷികേശ, പത്മനാഭ, അമരപ്രഭു, വിശ്വകർമ്മ, മനു, ത്വഷ്ട, സ്തവിഷ്ട, സ്തവിരോ ധ്രുവഃ. ഓരോ നാമങ്ങൾ എടുത്ത് നമുക്ക് അർത്ഥം നോക്കാം. ആദ്യത്തെ നാമം അപ്രമേയ. അപ്രമേയം ഏതൊരു പ്രമാണം കൊണ്ടും അറിയുവാൻ കഴിയാത്തത്, അത് അപ്രമേയം അല്ലേ. വസ്തുക്കളെ മനസ്സിലാക്കാനുള്ള പദ്ധതികളെയാണ് പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേയം എന്ന് പറയുന്നത് എങ്ങനെ, അതിനെ നമ്മൾ വസ്തുവൊക്കെ വിൽക്കാനും മേടിക്കാനും ഒക്കെ പോകുമ്പോൾ അതിനൊരു ആധാരം, ഒരു പ്രമാണം വേണമെന്ന് പറയും അല്ലേ. ആധാരം എഴുതിയുണ്ടാക്കുക, അതിനെ പ്രമാണം എന്നാണ് പറയുക. ഒരു തെളിവ് അത്. അപ്പോൾ പ്രമാണം അതാണ്. ഇവിടെ ഭഗവാനെ അളക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ ഇതാണ് ഭഗവാൻ, ഇങ്ങനെയാണ് ഭഗവാൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ അന്ധകരണങ്ങളെ കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭഗവാന് പേര് അപ്രമേയൻ. ഏതൊരു പ്രമാണം കൊണ്ടും അറിയാൻ കഴിയാത്തവൻ. വസ്തുക്കളെ മനസ്സിലാക്കാനുള്ള പദ്ധതികളെ പ്രമാണം എന്ന് പറയുന്നു. ഭഗവാനെ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം എന്ന് ഉള്ള വിദ്യകളാൽ ഒന്നും അറിയാൻ സാധ്യമല്ല. അതായത് രൂപം, നിറം, സ്വാദ്, കനം, ഗന്ധം തുടങ്ങിയ ഒരു ഗുണങ്ങൾ കൊണ്ടും ഭഗവാനെ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ സാധിക്കാത്തതുകൊണ്ട് ഭഗവാന് പേര് അപ്രമേയൻ. ഇനി ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈന്യം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. എന്ന് പറഞ്ഞാൽ ഒരു യോഗി പരമാത്മാവിനെ ഒരു ആശ്ചര്യ വസ്തു പോലെ കാണുന്നു. മറ്റൊരുവൻ അതിനെ ആശ്ചര്യ വസ്തു പോലെ പറയുന്നു. വേറൊരുവൻ അതിനെ ആശ്ചര്യ വസ്തു പോലെ കേൾക്കുന്നു. അപ്പം പറഞ്ഞാലും കണ്ടാലും കേട്ടാലും ഭഗവാനെ ആർക്കും സൂക്ഷ്മമായിട്ട് അറിയാൻ സാധിക്കാത്തതുകൊണ്ട് ഭഗവാന് പേര് അപ്രമേയൻ. ജ്ഞാനികൾ അതിനെ അപ്രമേയവും അനാദിയുമാണെന്നറിഞ്ഞ് ഇത് ചെയ്യുന്നു. പക്ഷേ അജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആപ്തവാക്യങ്ങളെ ആശ്രയിക്കാമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലേ. ആത്മാവിനെ പറ്റി അറിയാൻ ഇന്ദ്രിയങ്ങൾ ആവശ്യമല്ലെന്ന് മാത്രമല്ല, അവ തടസ്സങ്ങളുമാണ്. അപ്പോൾ ഭക്തന്മാരിൽ അന്തര്യാമിയായി സ്വയം പ്രകാശമായി നിൽക്കുന്ന ഭഗവാൻ അപ്രമേയൻ. അടുത്ത നാമം ഹൃഷീകേശ. ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഈശൻ. ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അതായത് സന്തോഷം തരുന്ന ഇന്ദ്രിയങ്ങൾ, അവയുടെ സ്വാമിയായി ക്ഷേത്രജ്ഞ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവനായി, ഭരിക്കുന്നവനായി, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായി
സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ക്ഷേത്രജ്ഞനായിരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ അധീനതയിലാണ്. ഭഗവാൻ അവയെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ജ്യോതിർദേവതകളെല്ലാം ഭഗവാൻ തന്നെയാണ്, ഈ ലോകത്തിലുള്ള എല്ലാം. അപ്പം ഈ ദേവതകളുടെ ഒക്കെ രശ്മികളാകുന്ന കേശങ്ങളോടുകൂടിയ ഭഗവാനാണ് ഹൃഷീകേശൻ. ഹൃഷീകേശൻ അല്ലേ? അപ്പം മുമ്പിൽ ഹരികേശമാകുന്ന സൂര്യരശ്മി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൂര്യചന്ദ്രന്മാർ കേശങ്ങൾ എന്നു പേരുള്ള അവരുടെ രശ്മികൾ കൊണ്ട് ലോകത്തെ മുഴുവൻ ഉണർത്തുകയും ഉറക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രകാരം അഗ്നിയാലും സോമനാലും ചെയ്യപ്പെടുന്ന പ്രവർത്തികളെ കൊണ്ട് ലോകപാവനനും വരങ്ങൾ നൽകുന്നവനുമായ മഹേശ്വരൻ ഋഷികേശനാണെന്ന് പറയപ്പെടുന്നു. അടുത്ത നാമം പത്മനാഭക. പത്മം നാഭിയിലുള്ളവൻ. ജഗത്തിൻ്റെ കാരണമായ പത്മം. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമര ആദ്യം ഒട്ടായി വന്നു. പിന്നെ അത് വെച്ചിട്ട് അതിൽ ബ്രഹ്മാവുണ്ടായി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിലുള്ള താമരയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം ജന്മമില്ലാത്തവൻ്റെ നാഭിയിലൊരു താമര അർപ്പിതമായിരിക്കുന്നു. സാധാരണ നാഭി വഴിയാണല്ലേ അമ്മ ശിശുക്കളുമായി ബന്ധപ്പെടുന്നത്. അപ്പം ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആദ്യത്തെ ബന്ധമാണ് ആ പൊക്കിൾക്കൊടി അല്ലേ? പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ പറയും. അപ്പം ആദ്യം പരയായി സ്ഥിതിയിൽ നിന്ന് നാഭി പ്രദേശത്ത് പശ്യതി കാണുന്നു. പിന്നെ അത് മനസ്സിൽ മധ്യമമായി ചിന്തിക്കുന്നു. പിന്നെ കർമ്മം കൊണ്ട് വൈഖരിയായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ യോഗസൂത്രങ്ങളാണ്. അപ്പോൾ ദേവിയിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് നാഭിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന ആശയത്തിൽ നിന്നായിരിക്കണം ഈ പത്മനാഭൻ എന്നുള്ള പേര് വന്ന. പത്മം നാഭിയിലുള്ളവൻ. അടുത്ത നാമം അമരപ്രഭു. അമരപ്രഭു എന്ന് പറഞ്ഞാൽ മരിക്കാത്ത അവരുടെ പ്രഭു എന്ന് പറഞ്ഞാൽ ആരാ? അത് അമൃത് കുടിച്ചത് കൊണ്ട് മരണവും വാർദ്ധക്യവും വേറെ ഒരു ഇതും ഇല്ലാത്ത, ജനന മരണാദികളൊന്നുമില്ല, ജനവ്യാധികളൊക്കെ ബാധിക്കാത്തവർ ദേവന്മാർ. അവരെ അമരന്മാരെന്ന് പറയും. മരിക്കില്ല, അവർക്ക് മരണമില്ല. അപ്പം എല്ലാ ദശകളും ഇപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായാൽ അത് ആദ്യം ബാല്യം, പിന്നെ കൗമാരം, പിന്നെ യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്, അവസ്ഥകളുണ്ട്, പരിണാമങ്ങൾ. പക്ഷേ ഇതൊന്നും ഭഗവാനില്ല. എന്തുകൊണ്ടാണ്? അപ്പം ഭഗവാൻ സൃഷ്ടി ആരംഭിച്ചതും ജീവജാലങ്ങൾക്ക് വേണ്ടത് നൽകുവാനായി ദേവന്മാരെ ദൃശ്യമാക്കി. അപ്പോൾ ആ ദേവന്മാർ അമൃത് കുടിച്ചുകൊണ്ട് അവർക്ക് മരണമില്ല. അതുകൊണ്ട് അവരുടെ ഈശ്വരനാണ് ഈ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് അമരേന്ദ്രൻ അല്ലെങ്കിൽ അമരപ്രഭു, അമരന്മാരുടെ പ്രഭു, ദേവന്മാരുടെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ. ഇന്ദ്രൻ, ദേവേന്ദ്രൻ, ദിക്പാലന്മാരെല്ലാവരും ദേവന്മാരിൽ പെടുന്നു അല്ലേ? പ്രളയകാലം വരെ എല്ലാം നിലനിൽക്കും. അത് കഴിഞ്ഞ് പ്രളയകാലം ആകുമ്പോഴത്തേക്കും എല്ലാത്തിനെയും സൂക്ഷ്മരൂപത്തിലാക്കി ഭഗവാൻ തൻ്റെ ഉള്ളിൽ സംരംഭിച്ച് വെച്ചിട്ട് സൃഷ്ടി വരുമ്പോൾ പിന്നെ വീണ്ടും പുറത്തെടുക്കുന്നു. ഒക്കെ കൊണ്ട് ഭഗവാൻ അമരപ്രഭു, അമരന്മാരുടെ പ്രഭുവാണ്. അടുത്ത നാമം വിശ്വകർമ്മ. വിശ്വത്തെ സൃഷ്ടിച്ചവൻ, കർമ്മം ചെയ്യുന്നവൻ കർമാവ്. അപ്പോൾ വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ വിശ്വത്തെ സൃഷ്ടിച്ചവൻ. അപ്പോൾ താൻ പലതാകുന്നു എന്ന് സങ്കല്പിച്ച മാത്രയിൽ കാലം, പ്രകൃതി ജീവനുകൾ വെളിപ്പെടുത്തുകയും മഹത്ത്, അഹങ്കാരം എന്നൊരു തുടങ്ങിയവ ദൃശ്യമായി സൃഷ്ടി ആരംഭിക്കുകയും ചെയ്തു. സഹി സർവസ്യ കർത്ത എന്ന്, അവനെല്ലാം ചെയ്തവനാകുന്നു, അവൻ എല്ലാറ്റിൻ്റെയും കർത്താവാകുന്നു എന്നൊക്കെ ശ്വേതാശ്വതര ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. പല ഉപനിഷത്തുകളിലും പലതും പറയുന്നു. ശേഷദേവോ വിശ്വകർമ്മ മഹാത്മാ എന്ന, ഈ ദേവൻ വിശ്വത്തിൻ്റെ സൃഷ്ടികർത്താവും സർവവ്യാപിയുമാകുന്നു. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിത എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാലോ, എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല. ദേവശില്പിയായ ത്വഷ്ടാവ് ഇന്ദ്രസഭ, ഇന്ദ്രപ്രസ്ഥം, തിലോത്തമ എന്നിവ സൃഷ്ടിച്ച് തൻ്റെ അസാമാന്യ ചാതുര്യം കാണിച്ചു.
അതിനെ തന്നെ കവച്ചു വയ്ക്കുന്ന വൈഭവമാണ് ഭഗവാന്റേത്. അതുകൊണ്ട് ഭഗവാൻ വിശ്വകർമ്മ. അടുത്ത നാമാണ് മനു. മനനം ചെയ്യുന്നവൻ മനു. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പം ഒരു പ്രവൃത്തിയുടെ പദ്ധതി മനസ്സിൽ രൂപീകരിക്കുന്നത് മനനം. അപ്പോൾ മനനം ചെയ്യുന്നത് ശ്രേഷ്ഠൻ ഭഗവാൻ തന്നെയാണ്. നാന്യോദോസ്തി മന്ദ എന്ന് ഇവിടെ ഈ മനു എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ മനനം ചെയ്യുന്നതിൽ, അല്ലേ? ലോക നടത്തി പിന്നെ സ്വയംഭുവ മനു, പിന്നെ പ്രജാപതി, അതായത് സ്വയംഭുവ മനുവായ പ്രജാപതിയെ ഭഗവാൻ സൃഷ്ടിച്ചു. പ്രജാപതി തന്നെ പുരുഷനും സ്ത്രീയുമായി. ആദ്യത്തെ പുരുഷൻ മനുവും ആദ്യത്തെ സ്ത്രീ ശതരൂപയാണ്. ഇങ്ങനെ മനു എന്നതിന് മന്ത്രം എന്നും അർത്ഥമുണ്ട്. അപ്പം മന്ത്രം എന്നും മനുവിന് പറയാം. മനനം ചെയ്യുന്നവൻ മനു എന്നും മന്ത്രം എന്നും മനുവിന് പേര്. ഇതൊക്കെ ഭഗവാൻ തന്നെയാണ്. അടുത്ത നാമം ത്വഷ്ട. വലുതിനെയൊക്കെ ചെറുതാക്കുന്നവൻ ത്വഷ്ടാവും. മിനുക്കി ഇല്ലാതാക്കുന്നവൻ. ലയന സമയം എടുക്കുമ്പോൾ ഭഗവാൻ എല്ലാത്തിനെയും സൂക്ഷ്മരൂപത്തിലാക്കി മൂലപ്രകൃതി ചേർക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ത്വഷ്ട എന്ന പേര്. ഇനി 12 ആദിത്യന്മാരുള്ളതിൽ ഒരാളുടെ പേര് തന്നെ ത്വഷ്ടാവെന്നാണ്. ദേവേന്ദ്രൻ ഗുരുവായ ബൃഹസ്പതിയെ അനാദരിച്ചതുകൊണ്ട് അദ്ദേഹം തിരോധാനം ചെയ്യുകയും ഈ തക്കം നോക്കി അസുരന്മാർ ദേവലോകം ആക്രമിക്കുകയും ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം ത്വഷ്ടാവിൻ്റെ മകനായ വിശ്വരൂപനെ ഗുരുവാക്കി എന്നൊക്കെ കഥയുണ്ട്. അതുപോലെ തന്നെ വിശ്വകർമാവ് താൻ നിർമ്മിക്കുന്നു, രൂപങ്ങളെ ചെത്തിമിനിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ത്വഷ്ട എന്ന് പറയുന്നു. അടുത്ത നാമം സ്തവിഷ്ട. വളരെ വലിയ രൂപത്തിലുള്ളവൻ സ്തവിഷ്ടൻ. മൂലപ്രകൃതിയിൽ നിന്ന് ദൃശ്യമായ മഹത്ത് തന്നെ വളരെ വലുതാണ്. മഹത്തിനേക്കാൾ വലുതാണ് മൂലപ്രകൃതി. അതിനെയും കവച്ചു വയ്ക്കുന്ന പ്രപഞ്ചം മുഴുവൻ തന്നിൽ നിലനിർത്തുന്നതാണ് വിരാട് സ്വരൂപം. അപ്പം സ്ഥൂലമായതിനാൽ ഭഗവാൻ സ്തവിഷ്ട. സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ വിസ്താരം മുഴുവൻ ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ അർജുനൻ ഭഗവാനിൽ കാണുന്നതായി വിവരിക്കുന്നുണ്ട്. അത്ഭുതപ്പെട്ടു പോയി അർജുനൻ വിരാട് സ്വരൂപം കണ്ട്. അതുപോലെ തന്നെ സ്ഥവിരധ്രുവ എന്ന് പറഞ്ഞാൽ നിത്യനും പുരാതനുമായവൻ, അല്ലേ? പല രൂപങ്ങളായി കാലദേശങ്ങളുടെ പരിമിതികൾക്ക് വഴിപ്പെട്ട് സൃഷ്ടികളിൽ മാറ്റം വന്ന് പിന്നെയും സൃഷ്ടി സ്ഥിതി സംഹാരം തുടരുന്നു. ആദിപുരുഷനായ ഭഗവാൻ ഇതൊന്നുമില്ല. ഏറ്റവും ആദിയായതിനാൽ സ്ഥവിര ഭഗവാന് പേര്. ഇനി എല്ലാം നശിക്കുമ്പോഴും നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്നതിനാൽ ധ്രുവ എന്നും കൂടെ. അപ്പോൾ സ്ഥവിര ധ്രുവ എന്ന് ഭഗവാന് പേര്, അല്ലേ? സ്ഥവിര എന്നതിന് വൃദ്ധനെന്നും അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നശിക്കുമ്പോഴും നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ധ്രുവമെന്നും നിത്യവും പുരാതനവുമായതിനാൽ സ്ഥവിരെന്നും. അപ്പോൾ സ്ഥവിര ധ്രുവ എന്ന് ഭഗവാന് പേര്. ഇനി നമ്മൾക്ക് ആ ഓരോ വാക്കെടുത്തൊന്ന് അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അപ്രമേയോ ഋഷികേശ പത്മനാഭോമര പ്രഭു വിശ്വകർമാമനുസ്ത്വഷ്ട സ്ഥവിഷ്ടസ്ഥവിരോ ധ്രുവക. അപ്രമേയം, യാതൊരു പ്രമാണത്താലും അളക്കാൻ സാധിക്കാത്തവൻ. ഇന്ന വിധമാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഭഗവാനെ. അതുപോലെ തന്നെ ഋഷികേശക. ഋഷീകം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളുടെ ഈശൻ, നിയന്താവ്, നിയന്ത്രിക്കുന്നവൻ. ആരുടെ കേശം രശ്മികളാണ് ഇവിടെ. ആ രശ്മികൾ ജഗത്തിന് സന്തോഷമുണ്ടാക്കുന്ന അവൻ സൂര്യരൂപിയും ചന്ദ്രരൂപിയുമായ ഭഗവാനാവുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും വിഷ്ണു തന്നെയാണ്. പത്മനാഭക, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ പത്മം നാഭിയിൽ വഹിക്കുന്നവൻ. പത്മം നാഭിയിലുള്ളവൻ പത്മനാഭൻ. അമരപ്രഭു, ദേവന്മാരുടെ സ്വാമി, അമരന്മാരുടെയൊക്കെ പ്രഭു സ്വാമി, മരണമില്ലാത്തവരുടെ പ്രഭുവാണ് അമരപ്രഭു.
അതും മഹാവിഷ്ണു തന്നെ. വിശ്വകർമ്മ, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, വിശ്വത്തെ സൃഷ്ടിച്ചവൻ. അഷ്ടവസുക്കളിൽ ഒരുവനായ പ്രഭാസൻ്റെയും ബൃഹസ്പതിയുടെ സഹോദരിയായ ബ്രഹ്മവാദിനിയുടെയും പുത്രനായി വിശ്വകർമാവ് എന്ന പേരോടെ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പേര് വിശ്വകർമ്മ. അടുത്ത നാമം മനുഹു, കർമ്മപദ്ധതികൾ രൂപീകരിക്കുന്നത് മനനം ചെയ്യുന്നവൻ. മനു എന്ന വാക്കിന് മന്ത്രം എന്നും അർത്ഥമുണ്ട്. അതും ഭഗവാൻ തന്നെയാണ്. ത്വഷ്ട, സൂക്ഷ്മരൂപത്തിലാക്കുന്നവൻ. പ്രളയകാലത്തെ എല്ലാ വസ്തുക്കളെയും സൂക്ഷ്മരൂപത്തിലാക്കി തന്നിൽ ലയിപ്പിക്കുന്നു. സ്ഥവിഷ്ടക, വളരെ വലിയ രൂപമുള്ളവൻ. പ്രപഞ്ചത്തിൻ്റെ തന്നെ രൂപത്തോടു കൂടിയവൻ സ്ഥവിഷ്ടക. അല്ലേ, മഹാബലിയുടെ ഗർവ് ശമിപ്പിക്കാൻ വേണ്ടി വാമന രൂപത്തിൽ ചെന്നിട്ട് വലിയവനായില്ലേ, സ്ഥവിഷ്ടനാണ് ഭഗവാൻ. അതുപോലെ തന്നെ സ്ഥവിരധ്രുവക, ഏറ്റവും പഴക്കമുള്ളവനും യാതൊരു മാറ്റവുമില്ലാത്തവനുമാണ് ഭഗവാൻ. അതുകൊണ്ട് സ്ഥവിരധ്രുവക. അടുത്ത ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം എന്താണെന്ന് നോക്കാം. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോമര പ്രഭു വിശ്വകർമാമനുസ്തുഷ്ട സ്ഥവിഷ്ടസ്ഥവിരോ ധ്രുവക. ഒരു പ്രമാണത്താലും അളക്കാൻ സാധിക്കാത്തവനും സൂര്യചന്ദ്രരൂപിയും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂ നാഭിയിൽ വഹിക്കുന്നവനും മരണമില്ലാത്തവരുടെ പ്രഭുവും വിശ്വസൃഷ്ടാവും കർമ്മപദ്ധതി നടപ്പാക്കുന്നവനും പ്രളയകാലത്തെല്ലാം തന്നിൽ ലയിപ്പിക്കുന്നവനും വലിയ രൂപമുള്ളവനും യാതൊരു മാറ്റവുമില്ലാത്തവനും വിഷ്ണു തന്നെ. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോമര പ്രഭു വിശ്വകർമാമനുസ്തുഷ്ട സ്ഥവിഷ്ടസ്ഥവിരോ ധ്രുവക. ഇനി മരപ്രഭു എന്നാണെങ്കിൽ, മാറ്റി മരപ്രഭു എന്നാണെങ്കിലും പൂന്താനം അങ്ങനെ ചൊല്ലിയപ്പോഴും ഞാൻ മരപ്രഭുവുമാണ് എന്ന് ഭഗവാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ അതിൻ്റെ തെളിവുണ്ട്. അപ്പം മരപ്രഭുവായിട്ട് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം മരപ്രഭുവുമാണ് അമരപ്രഭുവുമാണ് ഭഗവാൻ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകവുമായിട്ട് ഞാൻ അടുത്ത വ്യാഴാഴ്ച വരും വരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.